ഹലോ, ഹായ് ഗായ്സ്. അപ്പം മരിച്ചു പോണ മനുഷ്യരല്ലേ, വാപ്പമാർക്കൊക്കെ ഒരു നീളത്തിലൊക്കെ പൊരിച്ചു കൊടുക്കുക കേട്ടോ. മക്കൾ മാത്രം തിന്നാൻ പറ്റത്തില്ല. പിന്നെ അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം കേട്ടോ. ഇന്ന് ശീലാവതിയാണ് കിട്ടിയിരിക്കുന്നത്. വെറുതെ ചിക്കൻ മസാലയൊക്കെ ഒന്ന് ഇട്ടിട്ട് മീൻ കുളവാക്കരുത്. നാച്ചുറലും അല്ല, ടേസ്റ്റും കാണത്തില്ല. മീനിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് പൊരിക്കാൻ എടുത്തിട്ടുണ്ട്, ഇത് കറി വെക്കാൻ. മാഷാ അല്ലാഹ്, തബാറക്കല്ല. അപ്പോൾ ഞാൻ ഇവിടെ മുളക് പൊടി, മഞ്ഞൾ പൊടി, പെരിഞ്ചീരകപ്പൊടി, പിന്നെ അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പെരുംജീരകപ്പൊടി. അപ്പോൾ കറിവേപ്പിലയൊക്കെ എല്ലാവരും കഴിക്കണം കേട്ടോ. കറിവേപ്പില ക്യാൻസറിൻ്റെ വേരുകളെ വരെ തടുത്ത് കളയും. കറിവേപ്പില കഴിക്കുന്നത് നല്ലതാണ്. കറിയിലുള്ള കറിവേപ്പില, അതുപോലെ കുടംപുളി ഒക്കെ നിങ്ങൾ കഴിക്കണം കേട്ടോ. കുടംപുളി വെച്ച് തന്നെ ഒരുപാട് ഇപ്പം മരുന്നുകൾ വരെ ഇവിടെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുടംപുളി കൊണ്ട് ജ്യൂസ്, അതുപോലെ ആയുർവേദ മെഡിസിനകത്ത് കുടംപുളിയൊക്കെ ഓരോ ഐറ്റംസിലും ചേർക്കുന്നുണ്ട്. മുരിങ്ങയില, മുരിങ്ങ വേര് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ചക്കയിലെ പുറംതൊലി, അതൊക്കെ നമ്മുടെ ആയുർവേദ മെഡിസിനിൽ വില കയറി പോകുന്നുണ്ട്. അപ്പം മീനൊക്കെ പൊരിക്കുമ്പോഴത്തേക്കും എപ്പോഴും നിങ്ങൾ കഴിവതും കറിവേപ്പിലയൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് കുഴയ്ക്കാം. ഉപ്പിട്ടില്ല, ഉപ്പിടട്ടെ. മുളക്, മഞ്ഞൾ, പെരുംജീരകപ്പൊടി, മീൻ്റെ വെള്ളം നന്നായിട്ട് വാർന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട്. മീൻ വെള്ളം നമ്മൾ നന്നായിട്ട് കളഞ്ഞിട്ട് വേണം നമ്മൾ മീൻ പുരട്ടാൻ. ഞാനിങ്ങനെ കുടംപുളിയും മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴുകിയിട്ടാണ് എല്ലാ മീനും എടുക്കുന്നത്. കുടംപുളി കിട്ടിയില്ലെങ്കിൽ നാരങ്ങയുടെ തോടിട്ടാണെങ്കിലും മീൻ കഴുകി വൃത്തിയാക്കുക. അല്ല, ചിലവർ മീനൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അപ്പം നിങ്ങളത് സൂക്ഷിക്കുക. അതുകൊണ്ടാണ് പല കുട്ടികൾ പോലും മീൻ കറി കൂട്ടാത്തത്. മീനാണ് നമ്മൾ കൂട്ടേണ്ടത്, അല്ലാതെ ഇറച്ചിയല്ല. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഓപ്ഷണലാണ്. കുരുമുളക് പൊടി ചേർക്കുക കേട്ടോ. കുരുമുളക് പൊടി വളരെ നല്ലതാണ് വയറിന്. ഞാൻ ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട്, ഇപ്പം ഇന്ന് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ബാപ്പമാരൊക്കെ ഇല്ലേ, ഇപ്പം എൻ്റെ ഉമ്മ മരിച്ചുപോയി. ബാപ്പമാരൊക്കെ വീട്ടിൽ പ്രായമായ ഉമ്മ ഉപ്പമാരൊക്കെ ഉണ്ടെങ്കിലേ ഒരു വലിയ മീനൊക്കെ ഇങ്ങനെ പൊരിച്ചു കൊടുക്കണം കേട്ടോ. മനസ്സിലായോ? എത്ര നാൾ കഴിക്കാനാ? നമുക്ക് കൊളസ്ട്രോൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖം ഉണ്ടാകത്തില്ല. മീൻ ധാരാളം കഴിക്കുക. മത്തി, അയല കാൽസ്യമാണ് കേട്ടോ. ശീലാവതി ഇതിങ്ങനെ പെരട്ടി ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പൊത്തി ഇങ്ങനെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാലും അടിപൊളിയാണ്. മോനെ എടുത്തിടല്ലേ, മോൻ വന്നതിൻ്റെ ഇടയ്ക്ക് ഒപ്പിക്കാൻ. അപ്പോൾ അള്ളാഹു അവൻ്റെ ഇന്നർ വോയിസിൽ തോന്നിച്ചതാണ് കേട്ടോ.
നിങ്ങൾ എന്ത് കഴിക്കുമ്പോഴും മഞ്ഞൾ കുറച്ച് കൂടുതൽ ഇട്ടോ കേട്ടോ. എന്താണെന്നറിയാവാ, നമ്മുടെ ശരീരത്ത് വിഷം ഉണ്ടാകത്തില്ല. റബ്ബ് ദൈവം എൻ്റെ ഇന്നർ വോയിസിൽ പറയുക കേട്ടോ. മഞ്ഞൾ നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ ഫുഡുകൾ കഴിക്കുന്നവർ വീട്ടിൽ മഞ്ഞൾ കുറച്ച് ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ പുറത്തു നിന്നുള്ള ഫുഡുകൾ ഞാനങ്ങനെ കഴിക്കാറില്ല. ഞാനിങ്ങനെ നാച്ചുറലായിട്ടാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ തടിയുടെ രഹസ്യം. നല്ല ബ്യൂട്ടി ആയിട്ടിരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? അതാണ്. അപ്പോൾ ഇത് നല്ല ഉപ്പൊക്കെ തേച്ച് നല്ല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ടവരൊക്കെ ഓടി വരണേ. ഇത് പിള്ളേർക്ക് കൊടുക്കാം. ഇത് രണ്ടും പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് വലിയവർക്കൊക്കെ കൊടുക്കാം. ഇത് ബാപ്പായ്ക്ക് കൊടുക്കാം. ഇത് ആങ്ങള കഴിച്ചോട്ടല്ലേ. അപ്പോൾ എല്ലാവർക്കും ജുമാ മുബാറക്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റ.